സജിയേട്ടാ, ഞാൻ പറഞ്ഞു ഈ വേൾഡ് കപ്പിൽ ഒരു വലിയ ടീമുകളും സേഫ് അല്ല. എമർജിംഗ് ടീംസ് പറയുന്ന എല്ലാവരും ഒരു ഡീസന്റ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെ 2007 ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഡേ 7. അതെ, ഓസ്ട്രേലിയ സിംബാബ്വേയോട് തോറ്റു. സിംബാബ്വെ എന്നൊരു ഡീസന്റ് ക്രിക്കറ്റാണ് കളിച്ചത്. ഒരു ഫിയർലെസ് ആയിട്ടുള്ള ക്രിക്കറ്റ്. ബാറ്റിങ്ങിലാവട്ടെ ബൗളിങ്ങിലാവട്ടെ എന്താ ഡിസിപ്ലിൻ. ബാറ്റിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് ഒരു പാർ സ്കോർ സെറ്റ് ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും ഓസ്ട്രേലിയക്ക് ഇന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സിംബാബ്വേയുടെ അറ്റാക്കിംഗ് സെക്കൻഡ് ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ തകർന്നുപോയി. രണ്ടാമത്തെ മാച്ച് UAE വേഴ്സസ് കാനഡ. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ ഒരു ഡീസന്റ് സ്കോർ തന്നെയാണ് സെറ്റ് ചെയ്തത്. എന്നാൽ UAEയുടെ സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് അവർക്ക് ഈ ആയിട്ട് റൺസ് ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അവസാനത്തെ മാച്ച് USA വേഴ്സസ് നെതർലാൻഡ്സ്. ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു നെതർലാൻഡ്സ് ഈ മാച്ച് ജയിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പ് കുറച്ച് ടഫ് ആവുന്ന വിചാരിച്ച് USAയുടെ അഗ്രസീവ് ക്രിക്കറ്റിന് മുന്നിൽ നെതർലാൻഡ്സ് അടിയറവ് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു വലിയ ടീമുകളും സേഫ് അല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?